നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി 8 മണിയാണ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്ന അവസാന സമയം. ഈ ഒരു 8 മണിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് സംഭവിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. യുദ്ധം അവസാനിക്കാനുള്ള ഒരു വലിയ മാരക യുദ്ധത്തിലൂടെയല്ലാതെ ചിലപ്പോൾ നയതന്ത്ര നീക്കങ്ങളിലൂടെ യുദ്ധം അവസാനിക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി അബോധാവസ്ഥയിലെന്ന് സ്ഥിരീകരിച്ച് അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്ത്. ഇസ്രായേൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തലുകൾ ഉദ്ധരിച്ച് ദി ടൈംസ് പത്രമാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടത്. 56-കാരനായ മൊജ്തബ ഖമേനി നഗരത്തിലെ അതീവ സുരക്ഷാ വിഭാഗത്തിൽ കോമയിലാണെന്നും രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് നിലവിൽ സാധിക്കില്ലെന്നുമാണ് പുറത്തുവരുന്ന നയതന്ത്ര മെമ്മോകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ പിതാവായ അയത്തുള്ള അലി ഖമേനിയും കുടുംബവും താമസിച്ചിരുന്ന കോമ്പൗണ്ടിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിലാണ് മൊജ്തബയ്ക്ക് പരിക്കേറ്റത്. ഈ ആക്രമണത്തിൽ അലി ഖമേനിയും മൊജ്തബയുടെ ഭാര്യ ഹദാദും കൊല്ലപ്പെട്ടിരുന്നു. മൊജ്തബയുടെ കാലിന് നിസ്സാര പരിക്കേയുള്ളൂ എന്നായിരുന്നു ഇറാൻ ഭരണകൂടം ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. പരമോന്നത നേതാവായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം ഒരിക്കൽ പോലും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നതും വാർത്തകളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മൊജ്തബ അധികാരമേറ്റതിന് ശേഷം അദ്ദേഹത്തിൻ്റെതായി വന്ന 2 പ്രസ്താവനകളും സ്റ്റേറ്റ് ടെലിവിഷനിലെ വാർത്താ ഏജൻസികൾ വായിക്കുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഇസ്രായേൽ ആണവ നിലയത്തിൻ്റെ മാപ്പ് പരിശോധിക്കുന്ന മൊജ്തബയുടെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരുന്നുവെങ്കിലും അത് കൃത്രിമമായി നിയമിച്ചതാണെന്ന് വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഭരണകൂടം നടത്തുന്ന ശ്രമങ്ങൾ ഇതോടെ പരാജയപ്പെടുകയായിരുന്നു. നിലവിൽ റവല്യൂഷണറി ഗാർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും മതനേതാക്കളും ചേർന്നാണ് ഇറാന്റെ ഭരണകാര്യങ്ങൾ നീക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം നിലവിൽ ഗൂമിലാണുള്ളത്. കുടുംബത്തിലെ ഭൂരിഭാഗം പേരെയും അടക്കം ചെയ്യാനുള്ള സൗകര്യത്തോടെ ഗൂമിൽ വലിയ സ്മാരകം നിർമ്മിച്ചു വരികയാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണമാണ് സംസ്കാര ചടങ്ങുകൾ മാറ്റിവെച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണമുണ്ടെങ്കിലും മൊജ്തബയുടെ ആരോഗ്യനിലയും രാജ്യത്തെ അസ്ഥിരമായ സാഹചര്യവുമാണ് ഇതിന് പിന്നിലെന്നും കരുതപ്പെടുന്നു. ഇറാന്റെ പരമോന്നത നേതൃത്വത്തിൽ ഉടലെടുത്ത ഈ ശൂന്യത പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കും. അമേരിക്കൻ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം 56-കാരനായ മൊജ്തബ ഖമേനിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. പിതാവായ അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തെ തുടർന്ന് അധികാരം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ഒരിക്കൽ പോലും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നത് വാർത്തകളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. യുദ്ധത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ ആക്രമണത്തിലാണ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. നേരത്തെ പുറത്തു വന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം മൊജ്തബയുടെ കാലിന് നിസ്സാരമായി പരിക്കേറ്റിരുന്നു എന്നായിരുന്നു ഭരണകൂടം അറിയിച്ചിരുന്നത്. എന്നാൽ പിതാവിനും ഭാര്യയ്ക്കും മകനുമൊപ്പം അദ്ദേഹം താമസിച്ചിരുന്ന കോമ്പൗണ്ടിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ അദ്ദേഹത്തിന് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പുറത്തു വന്നിരുന്ന വിവരം. ഖമേനി കുടുംബത്തിലെ ഭൂരിഭാഗം പേരും അന്ന് കൊല്ലപ്പെട്ടിരുന്നു. ഗൾഫ് രാജ്യങ്ങളുമായി പങ്കുവച്ചതും ദി ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്തതുമായ പുതിയ നയതന്ത്ര മെമ്മോ പ്രകാരം മൊജ്തബ ഖമേനി നിലവിൽ ഗൂമിലെ ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. അദ്ദേഹത്തിന് ഭരണപരമായി യാതൊരു തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കുന്ന അവസ്ഥയിലല്ലെന്നും ബോധരഹിതനായി തുടരുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യുദ്ധത്തിൻ്റെ തുടക്കം മുതലുള്ള പരിക്കാണോ അതോ പിന്നീടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാണോ ഇതിന് പിന്നിലെന്ന് വ്യക്തമല്ല. പരമോന്നത നേതാവായി ചുമതലയേറ്റ ശേഷം മൊജ്തബയുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിവരമാണിത്. ടെഹ്റാനിൽ നിന്ന് 87 മൈൽ തെക്ക് ഷിയ ഇസ്ലാമിൻ്റെ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് പവിത്രമായി കണക്കാക്കപ്പെടുന്ന മധ്യനഗരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ താമസിച്ചു വരുന്നത്. ഫെബ്രുവരി 28-ന് ഇസ്ലാമിക് വിപ്ലവ നേതാവ് അയത്തുള്ള സാദിഖ് അലി ഖമേനിയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിന് പിന്നാലെ അമേരിക്കയും ഇസ്രായേലും ഇറാനിലെ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപകമായ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇറാൻ സായുധ സേനാ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് അധിനിവേശ പ്രദേശങ്ങളിലെ ശത്രു താവളങ്ങളെ ലക്ഷ്യമാക്കി പ്രതികാര നടപടികൾ തുടരുകയാണ്.
ഈ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തിന്റെ ആത്മവീര്യം തകരാതെ കാത്തു സൂക്ഷിക്കാനാണ് നേതൃത്വം ആഹ്വാനം ചെയ്തത്. മുജ്തബയുടേത് എന്ന പേരിൽ മാർച്ച് 12 പ്രസ്താവനയും മാർച്ച് 20 നൗറൂസ് സന്ദേശവും ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെയാണ് പുറത്തുവിട്ടത്. ഇത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും അദ്ദേഹം എവിടെയാണുള്ളത് എന്നതിനെക്കുറിച്ചും കൂടുതൽ സംശയങ്ങൾക്ക് ഇടവച്ചു. യുദ്ധത്തിനിടെ അദ്ദേഹത്തിന് പരിക്കേറ്റതായാണ് US അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പരസ്യമായി സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് മുജ്തബയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇറാനിലെ റഷ്യൻ അംബാസഡർ അലക്സി ദെതോവ് രംഗത്തെത്തിയിരുന്നു. റഷ്യൻ മാധ്യമമായ RTVയോട് സംസാരിക്കവെയാണ് ദോദേവ് മുജ്തബ ഇപ്പോഴുള്ള സ്ഥലത്തെക്കുറിച്ച് സുപ്രധാന വിവരം പങ്കുവച്ചത്. പരമോന്നത നേതാവ് ഇറാനിലുണ്ടെന്നും നമുക്കെല്ലാം മനസ്സിലാക്കാവുന്ന ചില പ്രത്യേക കാരണങ്ങളാൽ അദ്ദേഹം തൽക്കാലം പൊതുവേദികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുജ്തബ ഇറാനിൽ തന്നെയാണുള്ളതെന്ന് ചികിത്സയ്ക്ക് അദ്ദേഹം വിദേശത്തേക്ക് പോയിട്ടില്ലെന്നും ദെതോവ് പറഞ്ഞു. പുതിയ നേതാവ് രാജ്യത്ത് തന്നെ ഉണ്ടെന്നും സുരക്ഷാ കാരണങ്ങളാലാണ് അദ്ദേഹം പൊതുപരിപാടികൾ ഒഴിവാക്കുന്നതെന്നും ഇറാനിയൻ നേതൃത്വം ആവർത്തിച്ച് പറഞ്ഞായാലും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മുജ്തബയുടെ ഈ അസാന്നിധ്യം പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അധികാര കസേരയിലിരിക്കുന്ന മുജ്തബ ഖമേനിയുടെ കാർഡ്ബോർഡ് കട്ടൗട്ടുകൾ എഡിറ്റ് ചെയ്ത ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, പുതിയ നേതാവിൻ്റെ ദൃശ്യങ്ങൾ കുറവായതിനാൽ ജനപിന്തുണ ഉറപ്പാക്കാൻ സർക്കാർ അനുകൂല ചാനലുകൾ AI നിർമ്മിത വീഡിയോകളും ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം വീഡിയോകളിൽ അദ്ദേഹം ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്നതായും തൻ്റെ പിതാവിനൊപ്പം നിൽക്കുന്നതായും കാണിക്കുന്നുണ്ടെങ്കിലും അവ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളല്ല. അതേസമയം മുജ്തബ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇറാൻ നേതൃത്വത്തിന്മേൽ അദ്ദേഹത്തിന് പൂർണ്ണ നിയന്ത്രണം ഉണ്ടായേക്കില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത്. കാരണം US ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തലും ഇറാന്റെ യഥാർത്ഥ അധികാരം നിലവിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കയ്യിലാണെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത 2 സ്രോതസ്സുകൾ ഉദ്ധരിച്ച് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു.